കർത്താവിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽ കാലം കൂടെ ദൈവസ്ഥിതിയിൽ കടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, നൃത്തപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലായിത്തീരുന്നതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവദാസിയുടെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശാരീരികമായ ക്ഷീണത്താൽ പ്രയാസപ്പെട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ തനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റത്തില്ല. നടക്കണമെങ്കിൽ ഒരാളുടെ സഹായം ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒന്ന് തലയിറങ്ങി വീണു. അപ്പോൾ ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. താൻ കഴിഞ്ഞ 2 ദിവസവും ഞാൻ ആ വീട്ടിലായിരുന്നു. അവിടുന്ന് നേരിട്ട് രാവിലെ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ നമുക്ക് പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത്ഭുതകരമായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനുള്ള പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങളെ വേഗത്തിൽ ഓർപ്പിച്ചിട്ട് വേഗത്തിൽ കാണിപ്പിക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ ന്യൂ ഇയർ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതിന് ആധാരമായിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വേദം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വേദം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് ഞങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. 3-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ബലപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെയും പൗലോസ് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിച്ചത്: അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ തൻ്റെ ആത്മാവിനാൽ ബലപ്പെടണം. സ്തോത്രം. ആരാണ് ബലപ്പെടേണ്ടത്? അകത്തെ മനുഷ്യൻ തൻ്റെ ആത്മാവിനാൽ ബലപ്പെടണം. അപ്പോൾ അകത്ത് ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് എത്രത്തോളമാണ് ദൈവവചനം അല്ലെങ്കിൽ ദൈവം നൽകുന്ന പ്രാധാന്യമെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചു. അകത്തെ മനുഷ്യന് ദൈവവചനം നൽകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ദൈവസന്നിധിയിലുള്ള പ്രാധാന്യം നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 1 പത്രോസ് 3:4. ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. സ്തോത്രം.
ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയത്. സ്തോത്രം. ഒരു പ്രത്യേക കാര്യം പറയുവാൻ വേണ്ടിയാണ് പത്രോസ് അവിടെ ആ മനുഷ്യനെ പറ്റി പറയുന്നത്. സ്തോത്രം. അല്ലേ? അവിടെ പറയുകയാണ് മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? അകത്തൊരു മനുഷ്യനുണ്ട്. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്, പുറമേ ഒരു മനുഷ്യനുണ്ട്. ഉള്ളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എന്തുണ്ട്? പുറമേ ഒരു മനുഷ്യനുണ്ട്. അതാണ് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 4:16 പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. സ്തോത്രം. അപ്പോൾ അകമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. സ്തോത്രം. പലപ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യുന്ന കാര്യം നമ്മുടെ പുറമേയുള്ള മനുഷ്യന് നമ്മൾ ശക്തിപ്പെടുത്താറുണ്ട്. സ്തോത്രം. ആഹാരം നൽകി, വസ്ത്രം നൽകി, അല്ലെങ്കിൽ സ്തോത്രം പൗഡറൊക്കെ ഇട്ട് നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ എന്ത് ചെയ്യും? നമ്മൾ ശക്തിപ്പെടുത്തുകയും മോടിപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദൈവം അകത്ത് ഒരു മനുഷ്യനെ നൽകിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രയോജനമുള്ളത്. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിച്ചേ. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടുന്ന വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ പറയുകയാണ്, നിങ്ങളുടെ പ്രാണനും ആത്മാവും ദേഹിയും ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയോടുകൂടെ കാണപ്പെടുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സ്തോത്രം. ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങളോടുകൂടെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദേഹത്തിന് ആഹാരം വേണം, വസ്ത്രം വേണം. സ്തോത്രം. നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ദേഹത്തിന് ആവശ്യമാണ്. ദേഹിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നല്ല ജ്ഞാനം വേണം, ലോകത്തിന്റെ ജ്ഞാനം വേണം. ദേഹി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. ഇച്ഛകളുണ്ട്. സ്തോത്രം. ഇഷ്ടങ്ങളുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ഇതാണ് ദേഹി എന്ന് പറയുന്നത്. സ്തോത്രം. ദേഹിക്ക് സ്തോത്രം. ദേഹി വർദ്ധിക്കണമെങ്കിൽ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ ദേഹി നിൽക്കത്തുള്ളൂ. സ്തോത്രം. ആത്മാവ് എന്ന് പറയുന്നത് അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. അപ്പോൾ ആത്മാവിനെ പറ്റിയാണ്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. സ്തോത്രം. ദൈവവചനം പറയുന്ന, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ സകലതും നേടി, വസ്തുവകളെല്ലാം നേടി, അല്ലെങ്കിൽ എല്ലാം നേടി, പക്ഷേ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്നുവെങ്കിൽ സ്തോത്രം ഒരിക്കലും സ്തോത്രം ദൈവസന്നിധിയിൽ അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. സ്തോത്രം. ഇവിടെ സ്തോത്രം പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. അപ്പൊ നമ്മുടെ അകത്ത് എന്തുണ്ട്? ഒരു മനുഷ്യൻ ഉണ്ട്. സ്തോത്രം. ഉണ്ട് അല്ലേ? സ്തോത്രം. നമ്മുടെ അകത്ത് എന്തുണ്ട്? ഒരു മനുഷ്യനുണ്ട്. സ്തോത്രം.
ഹല്ലേലൂയ സ്തോത്രം. ആ മനുഷ്യൻ ദൈവം നൽകിയിരിക്കുന്ന ആ വിലയേറിയ ആത്മാവിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. നാം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവിക ബന്ധത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ വേണ്ടി ഇടയായി തീരുകയുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5:17 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോകും. സ്തോത്രം. അപ്പോൾ സ്തോത്രം, ഈ ശരീരത്തിൽ ഒന്നുണ്ട്, പഴയതുമുണ്ട് പുതിയതുമുണ്ട്. ഹല്ലേലൂയ. ആ പുതിയ മനുഷ്യനാണ് മുമ്പോട്ട് നമ്മൾ സ്തോത്രം നയിക്കേണ്ടത്. സ്തോത്രം ഹല്ലേലൂയ. എങ്ങനെയാണ് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഈ മനുഷ്യനെ നമ്മൾ അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് പരിപോഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്തോത്രം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം, മായമില്ലാത്ത വചനം എന്ന പാല് കുടിക്കാൻ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. അപ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, ചോറ് കഴിച്ചിട്ട് കാര്യമില്ല, കപ്പ കഴിച്ചിട്ട് കാര്യമില്ല, സ്തോത്രം ബൂസ്റ്റ് കുടിച്ചിട്ട് കാര്യമില്ല. വചനം എന്ന മായമില്ലാത്ത പാൽ എന്തിവിടെ ചെല്ലണം? നമ്മുടെ ഉള്ളിൽ ചെല്ലണം. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കാരണം ഹല്ലേലൂയ ഒരു വാക്ക് കൂടെ വായി. 1 തിമോത്തിയോസ് 4:7 വായിച്ചോ. 1 തിമോത്തിയോസ് 4:7. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണവും അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അതിന്റെ ഒരു വാക്കും കൂടെ 6-ാമത്തെ വാക്യം വായിച്ചേക്കും. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവിന് നല്ല ശുശ്രൂഷകൻ ആകും. ഇവിടെ പറയുകയാണ് വിശ്വാസത്താലും സതുപദേശ വചനത്താലുള്ള പോഷണം. അപ്പോൾ അകത്തെ മനുഷ്യൻ എന്ത് വേണം? വിശ്വാസവും വേണം, ദൈവവചനത്താലുള്ള പോഷണവും ആവശ്യമാണ്. ആ സ്തോത്രം, ആ മനുഷ്യൻ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിലുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ അത് പൂർണ്ണമായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു. 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെയാണ് എന്ത് പറയുന്നത്? ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ആത്മാവ് സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സ്തോത്രം അല്ലെങ്കിൽ പുറമേയുള്ള മനുഷ്യൻ മാത്രമല്ല, അല്ലെങ്കിൽ സ്തോത്രം അകമേയുള്ള അല്ലെങ്കിൽ ആത്മീകമായിരിക്കുന്ന മനുഷ്യന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരും. സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ.
ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവാത്മാവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ് നാം ദൈവത്തിനുള്ളവരാണ്. സ്തോത്രം. സ്തോത്രം. നമ്മുടെ പുറമേ ഉള്ളതല്ല ദൈവം നോക്കുന്നത്, അകമേ ഉള്ളതാണ് ദൈവം നോക്കുന്നത്. യേശു പരീശന്മാരോട് ഇപ്രകാരമാണ് പറയുന്നത്, അല്ലെങ്കിൽ വെള്ള തേച്ച ശവക്കല്ലറകളെ, നിങ്ങൾ പാത്രങ്ങളുടെ അല്ലെങ്കിൽ കിണ്ടികിണ്ണങ്ങളുടെ പുറമേ ഉള്ളത് നിങ്ങൾ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അകമേ ശുദ്ധി പ്രാപിച്ചിട്ടില്ല. ഇത് പകൽക്കാലം പുറമേ നമുക്ക് അല്ലെങ്കിൽ പുറമേ ഉള്ള മോടികൾ കൊണ്ട് അല്ലെങ്കിൽ സ്വത്ര മനുഷ്യരെ പ്രസാദിപ്പിക്കാം. അതാണ് മുമ്പേ ചോദിക്കാൻ പറഞ്ഞത്, പ്രാർത്ഥനയെ പറ്റി പറഞ്ഞത്. സ്തോത്രം. തങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം നീതിമാന്മാര് എന്ന് സ്തോത്രം അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് പറയുന്ന രണ്ട് വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. പരീശൻ, രണ്ട് ചുങ്കക്കാരൻ. അല്ലെങ്കിൽ ആ പരീശൻ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവമേ ഞാൻ ആഴ്ചയിൽ ഉപവസിക്കുന്നു, നേടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പരീശൻ പറയുമ്പോൾ ചുങ്കക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സ്വന്തം തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനെല്ലാം താഴ്ത്തപ്പെടുന്ന പലക്കാലം പുറമേയുള്ള അല്ലെങ്കിൽ സ്വന്തം പ്രകടനമല്ല ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവശക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറയുകയാണ്, നീ ക്രിസ്തുവിനുള്ളവനാണ്, നീ ദൈവത്തിനുള്ളവനാണ്, ആത്മാവിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിലെ ഒരുപക്ഷേ നീ അതിന്റെ സ്വന്തം ആരെയും ബോധ്യപ്പെടുത്തുകയായിരിക്കാം, ദൈവമായി നീ ദൈവത്തിനുള്ളവനാണ്. എട്ടാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോഴുള്ള പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. സ്തോത്രം. അത് വലിയൊരു കാര്യമാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. സ്തോത്രം. അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടും അല്ലെങ്കിൽ സ്തോത്രം ന്യായപ്രമാണം കൊണ്ടും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ പൗലോസ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ ശ്രമിക്കുമ്പോൾ തന്റെ ശരീരത്തിൽ പാപത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രമാണം അവനോട് പോരാടുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ദൈവന്റെ പ്രമാണം എന്റെ മേൽ വ്യാപരിക്കുമ്പോൾ സഹോദരൻ എനിക്ക് എന്താണ് സംഭവിച്ചത്? പാപത്തിന്റെ മരണത്തിൽ നിന്നുള്ള പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യം വരുത്തുന്ന ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന് നാം വിധേയപ്പെടുമ്പോഴാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ അല്ലാതെ നമ്മുടെ വിശുദ്ധി കൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവം മുമ്പാകെ നിൽക്കുവാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ സ്വതന്ത്രം നമ്മുടെ മാനദണ്ഡം കൊണ്ട് ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. 8-ാം അധ്യായം 11-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് തങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. സ്തോത്രമല്ലേലൂയ. നാം ജീവിക്കുന്നത്, നാം മുമ്പോട്ട് പോകുന്നത് സ്തോത്രമല്ലേലൂയ ഈ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അല്ലെ പൗലോസ് പറയുകയാണ്, ഇത് പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ശരീരമാണ്, ഇത് മരണത്തിന് അധീനമായിരിക്കുന്ന ഒരു ശരീരമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങുമ്പോൾ, പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെയോ അവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കും. ഇത് വീണ്ടെടുപ്പ് സംഭവിക്കുന്ന കാര്യമാണ്.
ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ വീണ്ടെടുപ്പ് നാളിന് വേണ്ടി നിങ്ങളെ ഒരുക്കിയിരിക്കുന്നത്. 8:26 പറയുന്നു, സ്തോത്രം, അവൻ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. നാം വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സ്തോത്രം, നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം ബലഹീനരാകുമ്പോൾ, പറഞ്ഞാൽ സ്തോത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലഹീനതകൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ട് പറ്റുന്ന ബലഹീനതയെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ബലഹീനത ഉണ്ടാകുമ്പോൾ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ശൂലം ഒന്ന് മാറ്റണം. പൗലോസിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലഹീനതകൾ, അല്ലെങ്കിൽ സ്വതന്ത്ര നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വതന്ത്ര പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ സ്വതന്ത്ര അത് നമ്മളെ അല്ലെങ്കിൽ സ്വതന്ത്രം അല്ലെങ്കിൽ സ്വതന്ത്ര നമ്മുടെ ശരീരവുമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര നമ്മളെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം നാം ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ആത്മാവ് പ്രാർത്ഥിക്കുവാൻ സഹായിക്കും. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, സദാ നേരത്തിൽ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി രാഗിക്കണം. ഇങ്ങനെയാണ് സ്തോത്രം ഒരു മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യണം? നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവാത്മാവിൽ ബലം പ്രാപിക്കണം. സ്തോത്രം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. ജഡത്തിന്റെ ഫലം നിങ്ങൾ എന്ത് ചെയ്യില്ല? നിവർത്തിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ബലം പ്രാപിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യ സഭകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. സ്തോത്രം. 6-ാമത്തെ 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ അഭിലാഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാഭിലാഷം ജഡത്തിനും, സ്തോത്രം, ഇത് തമ്മിൽ എന്ത് ചെയ്യാണ്? വിരോധമായിട്ട് നിൽക്കുക. വിരോധമായിട്ട്. അപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താണെന്ന് പൗലോസ് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവർഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ജഡത്തിന്റെ പ്രവർത്തികളാണ്. ജഡത്തിന്റെ പ്രവർത്തികളാണ്. അത് സ്തോത്രം ജഡമുള്ള കാലത്തോളം എന്ത് ചെയ്യും? അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് നാം എന്ത് ചെയ്യണം? ജഡത്തിന്റെ പ്രവർത്തികൾക്ക് കീഴ്പ്പെടാതെ എന്ത് ചെയ്യണം? ആത്മാവിന് നാം വിധേയപ്പെടണം. സ്തോത്രം. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ വെളിപ്പെടുവാൻ സാധ്യതകളുള്ളതാണ്. കാരണം അവൻ ജഡത്തിലുള്ളത്തോളം കാലം സ്തോത്രം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ കാരണം നമ്മുടെ ജഡത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കഴിയുന്നത് എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. അപ്പോൾ
നമ്മൾ എന്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് വർദ്ധിച്ചു വരും. ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായി, അവൻ ബിസിനസ് ചെയ്യുക. അവൻ ചെയ്യുന്ന ഒരു കാര്യം, അവന് 2 പട്ടികളുണ്ട്, ഒരു കറുത്ത പട്ടി, ഒരു വെളുത്ത പട്ടി. ഇവൻ മാർക്കറ്റിൽ ചെന്നിട്ട് ആളുകളെ കൈ കൊടുക്കും, വിളിച്ചിട്ട് പറയും, ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുക, ഈ 2 പട്ടികളെ തമ്മിൽ അടുപ്പിക്കും, ഏത് പട്ടിയാണ് ജയിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. അപ്പം ആളുകൾ പറഞ്ഞു ഇന്ന് വെള്ളപ്പട്ടി ജയിക്കും. പക്ഷെ അന്ന് കറുത്ത പട്ടിയാണ് ജയിച്ചത്. അടുത്ത ആഴ്ച കടന്നു വന്നു, ആളുകൾ പറഞ്ഞു ഇന്ന് കറുത്ത പട്ടി ജയിക്കുന്നു, ഇന്ന് വെള്ളപ്പട്ടി ജയിക്കും. സ്തോത്രം. അപ്പോൾ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ആളുകൾ പറയുന്ന പോലെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ, വിദ്വാൻ, ഇങ്ങനെ അവൻ്റെ വീട്ടിൽ ചെന്ന് ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ചു. അപ്പോൾ ഒരാഴ്ച ഈ പോരടിക്കാൻ വേണ്ടി പട്ടികളെ കൊണ്ടുവരുമ്പോൾ അടുത്ത ആഴ്ച ഏത് പട്ടി ജയിക്കണമെന്ന് ഇവനാണ് തീരുമാനിക്കുന്നത്. ആരാ? ഈ കൊണ്ടുവരുന്നവനാണ്. ഈ ആഴ്ച വെള്ളപ്പട്ടി ജയിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യും? വെള്ളപ്പട്ടിക്ക് നല്ല ആഹാര ഫുഡെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. കറുത്തപട്ടിക്ക് അത്രയും കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ജഡത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ജഡമാണ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നത്. ആത്മാവാണ് സ്തോത്രം നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. സ്തോത്രം ഹല്ലേലൂയ. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശിശുക്കളാണ്, എനിക്ക് നിങ്ങൾ സാക്ഷാൽ ശിശുക്കളോട് എന്ന പോലെ, അല്ലെങ്കിൽ സ്തോത്രം ആത്മീകരോട് എന്ന പോലെയല്ല, സ്തോത്രം ജഡീകന്മാരോട് എന്ന പോലെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി താല്പര്യം. കാരണം അവിടെ പത്രോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, കേഫാ അല്ലെങ്കിൽ യേശുവിന്റെ പക്ഷം എന്ന് പറയുന്ന 4 പക്ഷങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം ഹല്ലേലൂയ, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. സ്തോത്രം. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നവനാണ്. അവൻ തന്നെ ശോധന ചെയ്യണം, മറ്റുള്ളവരെ വിധിക്കണമില്ലെങ്കിൽ, ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതകളേറെയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞേ, സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, ലോത്ത് എന്ത് ചെയ്തു? ലോത്തിനെ പറ്റി ബൈബിൾ പറയുന്ന കാര്യം, വനഞ്ഞുപോയ നീതിമാൻ. സ്തോത്രം. അവൻ നോക്കി നീരോട്ടമുള്ള ദേശം തിരഞ്ഞെടുത്തു, അവിടെ ദൈവം ഉണ്ടായിരുന്നില്ല. അബ്രഹാം നോക്കിയത് അല്ലെങ്കിൽ സ്തോത്രം നീരോട്ടമുള്ള ദേശമല്ല, അവൻ ദൈവത്തെയാണ് നോക്കിയത്. സ്തോത്രം. നീരോട്ടമുള്ള ദേശം അല്ലെങ്കിൽ ലോത്ത് തിരഞ്ഞെടുത്തപ്പോൾ അതിന്റെ അവസാനം ന്യായവിധിയിലേക്ക് ചെന്നെത്തുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നീരോട്ടം കണ്ടുപോകുവാനല്ല, ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനല്ല, മുമ്പിലുള്ള കാഴ്ചകൾ മുമ്പോട്ട് പോകുവാനല്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തി നീ എന്താണ് പ്രാപിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ഇത് എന്താണ് കേൾക്കുന്നത്? അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനാണ് ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ വേണ്ടിയിടയായിത്തീരുന്നത്. അതുകൊണ്ട് പുറമേയുള്ള മനുഷ്യൻ അല്ലെ സ്തോത്രം ഇങ്ങനെ നാൾ ക്ഷയിച്ചു പോയാലും അങ്ങനെയുള്ള മനുഷ്യൻ നാൾ ബലം പ്രാപിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ മക്കളെ, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരാത്മാവുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതാണ്. അത് ദൈവാത്മാവിനാൽ ശക്തിപ്പെടേണ്ടതിന് നാം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ കഴിയുള്ള സ്തോത്രം. അതുകൊണ്ട് ദൈവാത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുന്നവരാണ്. സ്തോത്രം. കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കാല ദിവസത്തിൽ ഞങ്ങൾ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ബന്ധപ്പെടുത്തുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവ് സഹായിക്കണമേ, കർത്താവിടുന്ന് ശക്തീകരിക്കണമേ, കർത്താവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. സ്വതന്ത്ര കാലങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ അകത്തെ മനുഷ്യനാത്മാവ് സംബന്ധിച്ച് ബലം പ്രാപിക്കുവാൻ കർത്താവേ, ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ കർത്താവേ, അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പാകെ ഓടുവാനല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചുകൊണ്ട് കഷ്ടങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ ശോധനകളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവത്തോട് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് ഞങ്ങൾ അറിയുന്നു കർത്താവ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ അവകാശികളാണ് കർത്താവേ. ദൈവമേ, ആത്മാവിനെ ഞങ്ങൾ ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് കർത്താവേ, ആത്മാവിനെ ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് കർത്താവേ, ആത്മാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന ദൈവാത്മാവിന്റെ കൃപയ്ക്കായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ ദിവസവും ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ, ആത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ ദൈവത്തോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നുവന്നിരിക്കുന്ന ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് അനുഗ്രഹിക്കണമേ കർത്താവേ. കാലം കർത്താവിനെ ബലപ്പെടുത്തിയല്ലോ കർത്താവ്, ഒരു ദിവസം ജീവിക്കുവാൻ ആവശ്യമുള്ള എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഞങ്ങളുടെ മേലോട് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവോട് ബലപ്പെടുത്തണം, കർത്താവോട് ശക്തീകരിക്കണമേ, ദൈവകൃപയിലോട് പരിപാലിക്കണമേ കർത്താവ്. എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെ ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, രക്തത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശത്രുവിന്റെ യാതൊരു കൂരുകളോ പദ്ധതികളോ നിന്റെ ജനത്തിന്മേൽ തൊടാതെ വണ്ണം, മാനവിന്റെ ചിറകിന്റെ മരണം മറയ്ക്കണം, ഒരു മുഖം പോലും മറയാതെ വണ്ണം വീട് ഞങ്ങൾ കൂടി വരുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവ് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ കടന്നു വരുവാൻ ദൈവത്തോട് സഹായിക്കുന്നു. ബലപ്പെടുത്തിയതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകൃപയിൽ ദൈവം നമ്മളെ നിർത്തുന്നതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം ആശ്വസിപ്പിക്കുന്നതിന് ദൂർവഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം ഉണ്ടാവരും നമ്മുടെ ഓരോരുത്തന്മേലും നാം പ്രാർത്ഥിച്ച വിഷയത്തിന്മേലും അല്ലെങ്കിൽ ഭൂലോകമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ പേരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോളം ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇതുപോലെ കാലം ചെയ്ത് നൽകിയ കർത്താവിനെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ